അപ്പോൾ നമ്മുടെ ഓണസദ്യ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. കാലിക്കറ്റ് നോട്ട്ബുക്ക് റിയാദ് മൊബൈൽ ഒരെണ്ണമുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കറികളും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് മൊത്തം എടുത്ത് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണ്. പുതുമണം വീശുന്നു കാട്ടിൽ, പുതുനിറങ്ങൾ മിന്നുന്നു മണ്ണിൽ. നമ്മൾ കൂടുതലും കാലിക്കറ്റിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡ് ഓർഡർ ചെയ്യാറ്. നല്ല ഫുഡ് അവിടുത്തെ, വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. സദ്യ ആണെങ്കിലും അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. പായസം കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു, അതിലൊരിതുള്ളൂ. പക്ഷേ ഈസ്റ്ററിന് കഴിച്ച ഫുഡ് ഒരു രക്ഷയിലായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഈസ്റ്ററിൻ്റെ ഫുഡ് ഓണസദ്യനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഈസ്റ്ററിലെ ഫുഡായിരുന്നു. ഈസ്റ്ററിന് ഞാൻ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ബോക്സിൽ വന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കറികളും ഓരോന്നോരോന്നിട്ട് എടുത്ത് നോക്കാം. കിച്ചടി, പച്ചടി, തോരൻ, പായസം, എല്ലാ ഐറ്റവും ഉണ്ട്. പപ്പടമുണ്ട്, അവിയലുണ്ട്, രസമുണ്ട്, 2 കൂട്ടം പായസം ഉണ്ട് കേട്ടോ. പാലടയും അടപ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ 2 കൂട്ടം പായസം, തോരൻ, എല്ലാ ഐറ്റം. അച്ചാർ തന്നെ 2-3 കൂട്ടം ഉണ്ടായിരുന്നു. ഈന്തപ്പഴ അച്ചാർ, ഈ ഇഞ്ചിപ്പുളി, മാങ്ങ അച്ചാർ, അങ്ങനെ ഓരോരോ അച്ചാറൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 1/2 ലിറ്റർ പായസം കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 23 റിയാൽ. ഞാൻ കീറ്റ വഴി ഓർഡർ ചെയ്തത്. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് എനിക്ക് 23 കിട്ടിയ 26 അതിൽ കാണിച്ചിരുന്നത്. എനിക്കറിയില്ല അവിടെ പോയി വാങ്ങുമ്പോൾ ഇത്രയും റേറ്റ് ഉണ്ടോയെന്ന്. പിന്നെ സദ്യക്ക് 52 രൂപയാണ് കാണിച്ചത്. എനിക്ക് 44 രൂപയ്ക്കാണ് ഒരു സദ്യ കിട്ടിയത്. 52 രൂപയാണ് കീറ്റ കാണിച്ചത്. ഡെലിവറി ചാർജ് അടക്കമായിരിക്കും. എനിക്ക് തോന്നുന്നത് അവിടെ 45 രൂപയും കണ്ട സദ്യക്ക് ഉള്ളൂ എന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് സൗദിയിലെ ഓണവിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.